എം.എഡിന് ഒരു വർഷമോ? ക്യൂരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അധ്യാപന മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഇതിനോടകം തന്നെ നമ്മൾ പല വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതിയ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി വരുന്നു, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുകൾ വരുന്നു. അതുപോലെ ബി.എഡിൻ്റെയൊക്കെ സ്ട്രക്ചർ മാറി ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഐറ്റപ്പ് എന്ന രീതിയിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ പഴയ ബി.എഡ് നിർത്തലാക്കും, പഴയ ഡി.എൽ.ഡി ഇല്ലാതാവുന്നു, ഇതെല്ലാം ഒന്നിച്ചാവുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ ഇതിനോടകം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എൻട്രിയിലൂടെ ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, എം.എഡിന് ഒരു വർഷമാകുന്നു എന്നുള്ളതാണ്. അവിടെ പറയുന്ന കാര്യം 10 വർഷം മുമ്പ് ഒരു വർഷം എം.എഡ് നിർത്തലാക്കിക്കൊണ്ടാണ് 2 വർഷം എം.എഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ അടക്കമുള്ള ആൾക്കാർ 2 വർഷം എം.എഡ് പഠിച്ചിട്ട് ഇറങ്ങി വന്ന ആൾക്കാരാണ്. അവിടെ ഇത് മാറിക്കൊണ്ട് ഈ ഒരു വർഷം എം.എഡ് വീണ്ടും തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. അപ്പോൾ ബി.എഡ് അവസാനിപ്പിക്കുകയാണ്, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വർഷം എം.എഡ് വരാൻ പോകുന്നത്? നമുക്കറിയാം, വെർസറ്റൈലായിട്ട് വ്യത്യസ്തമായിട്ട് പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥിയുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട്, താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ പഠിക്കാനുള്ള അവസരമാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുമ്പോട്ട് വയ്ക്കുന്നത്, പുതിയ വിദ്യാഭ്യാസ സ്ട്രക്ചറുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം എം.എഡ് തിരിച്ചു വരുന്നതെന്നാണ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു വർഷം ബി.എഡ് കോഴ്സ് വീണ്ടും തുടങ്ങാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് ഇത് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേറൊരു പ്രശ്നം, ഐറ്റപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വർഷം ബി.എഡ് 2 വർഷം ബി.എഡ് ഇനി ഉണ്ടാകുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ഐറ്റപ്പ് എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നതുകൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു വർഷം ബി.എഡ് ഓൾറെഡി ഡിസ്കഷനിലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വർഷം എം.എഡ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. ആരാണ് ഈ കോഴ്സ് പഠിക്കാൻ യോഗ്യരായിട്ടുള്ളത്? അതല്ലേ നിങ്ങളുടെ മനസ്സിൽ പോകുന്നിട്ടുള്ള ചോദ്യം. നമുക്ക് നോക്കാം. ഒരു വർഷം എം.എഡ് കോഴ്സിൻ്റെ നടത്തിപ്പും പാഠ്യപദ്ധതിയും സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ബിരുദാനന്തര ബിരുദമോ 4 വർഷ ബിരുദമോ കഴിഞ്ഞവർക്കാണ് ഒരു വർഷം കൊണ്ട് ബി.എഡ് പൂർത്തിയാക്കാനാകുക. അപ്പോൾ ഒരു വർഷം ബി.എഡ് നിലനിർത്തുമ്പോൾ ഐറ്റപ്പ് 4 വർഷ ഡിഗ്രി കോഴ്സിനൊപ്പം തന്നെ ബി.എഡ് കൂടി പഠിച്ചിറങ്ങുന്ന രീതി ഉണ്ടല്ലോ. അതല്ലാതെ തന്നെ ബിരുദാനന്തര ബിരുദമോ 4 വർഷ ബിരുദമോ കഴിഞ്ഞ ആളുകൾക്ക് ഒരു വർഷം ബി.എഡ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കാരണം ഒരുപാട് വർഷങ്ങൾ അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു അവസരം നൽകുന്നതെന്ന് കൂടി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ കരട് നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണ്. നിലവിലുള്ള 2 വർഷ ബി.എഡ് കോഴ്സുകൾ തുടരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, പല രീതിയിൽ പഠിക്കാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ബിരുദാനന്തര ബിരുദമോ 4 വർഷ ബിരുദമോ ഉള്ളവർക്ക് ഒരു വർഷം ബി.എഡ് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പം 3 വർഷം കൊണ്ട് ഡിഗ്രി എടുത്ത് വരുന്ന ആൾക്കാർക്ക് 2 വർഷം ബി.എഡ് പഠിക്കാനുള്ള അവസരം അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇതുപോലെ 1 വർഷം 2 വർഷം എം.എഡ് കോഴ്സുകളും താമസിയാതെ നിലവിൽ വരും. അതായത് നിലവിലുള്ള 2 വർഷം എം.എഡ് കോഴ്സ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും പുതിയ രീതിയിലുള്ള 1 വർഷം എം.എഡ് പുറകെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിരുദാനന്തര ബിരുദവും ബി.എഡും കഴിഞ്ഞവർക്ക് ഒരു വർഷം എം.എഡിന് ചേരാനാകും. ആർക്കാ ഒരു വർഷം എം.എഡിന് ചേരാൻ പറ്റുക? ബിരുദാനന്തര ബിരുദവും ബി.എഡും കഴിഞ്ഞാൽ ഒരു വർഷം എം.എഡിന് ചേരാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് 2 വർഷം കൊണ്ട് എം.എഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ എം.എഡ് ചെയ്ത് വന്നതാണ്. പക്ഷേ അതിന് പകരം ഇനി ഒരു വർഷം എം.എഡ് ചെയ്താൽ മതിയാവും. PG ബി.എഡ് ഉള്ളവർക്ക് ഒരു വർഷം എം.എഡിന് സാധ്യമാവും. 3 വർഷ ഡിഗ്രിയും ബി.എഡും ഉള്ളവർക്കാണ് 2 വർഷം എം.എഡ് വേണ്ടത്. 3 വർഷ ഡിഗ്രിയും ബി.എഡും കഴിഞ്ഞുള്ളവരാണെങ്കിൽ അവർക്ക് 2 വർഷം എം.എഡ് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയാണ്. പഠിക്കാനുള്ളത് വിവിധ രീതിയിൽ പഠിക്കാനുള്ള അവസരം നൽകുകയാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഴ്സ് എല്ലാം റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്നു. ഓരോ ദിവസവും പുതിയ അപ്ഡേഷൻസ് വരുന്നു. ഈ അപ്ഡേഷൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് എൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ കറണ്ട് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അധ്യാപന മേഖലയിലെ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്യുക. പുതിയ വിവരങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ്. എന്തായാലും എം.എഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. PG ഉള്ളവരാണ് നിങ്ങൾ, ബി.എഡ് കഴിഞ്ഞവരാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എം.എഡ് എടുക്കാനുള്ള സാധ്യത സമീപ ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇതെല്ലാം ചർച്ചയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭാവിയിൽ നിലവിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളാണ്. പുതിയ മാറ്റങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.